മങ്കട വെള്ളില കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് 6 പേരെയാണ് ആദ്യം ആശുപത്രിയിൽ എത്തിച്ചത്. കൂടെയുണ്ടായിരുന്ന ഒരാളെ കാണാനില്ലെന്ന് അറിയിച്ചതോടെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലാണ് നടത്തിയത്. അഗ്നിരക്ഷാസേന, പോലീസ്, മങ്കട ട്രോമ കെയർ വളണ്ടിയർമാർ, സിവിൽ ഡിഫൻസ് ഫോഴ്സ്, വൈറ്റ് ഗാർഡ് തുടങ്ങിയവർ നാട്ടുകാരോടൊപ്പം തിരച്ചിൽ നടത്തി. ഇടിമിന്നൽ തട്ടിയിട്ട് 4 പേര് മരണപ്പെട്ടു. ഇവിടെ നമ്മുടെ കൊരങ്ങൻചോല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടന്നിട്ടുള്ളത്. 7ഓളം വരുന്ന ആളുകളാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. 4 ആളുകൾ മരണപ്പെട്ടു. 3 ആളുകൾ മൗലാന ഹോസ്പിറ്റലിൽ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നു. വളരെ പണിപ്പെട്ടിട്ടാണ് നാട്ടുകാരും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ട്രോമ കെയറൊക്കെ വളരെ പണിപ്പെട്ടിട്ടാണ് ഈ ഒരു ആളുകളെ സെർച്ചിങ് കഴിഞ്ഞത്. വീണ്ടും ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു അഭിയോഗം ഉണ്ടായിരുന്നു. കൊണ്ടോട്ടിയിലും പാണ്ടിക്കാടൊക്കെ ഉള്ള ആളുകൾ, നമ്മൾ അറിയാത്ത ആളുകളുണ്ട് എന്നുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി 12 മണിയോടെ വരെ നമ്മളെ അവിടെ സെർച്ചിങ്ങും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. നമ്മുടെ മലപ്പുറത്തുനിന്ന് DM നേരിട്ടായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെരച്ചിൽ നിർത്തണം, സെർച്ചും കാര്യങ്ങളും നിർത്താറുണ്ടായത്. ഇന്ന് ഇവിടെ ബോഡിയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടെയുള്ള എല്ലാ ആളുകളും, നാട്ടുകാരും, അതുപോലെ തന്നെ ട്രോമ കെയർ വോളണ്ടിയറും, സിവിൽ ഡിഫൻസ് അംഗങ്ങളും, അതുപോലെ തന്നെ മറ്റ് പോലീസ് വോളണ്ടിയർ, സന്നദ്ധ പ്രവർത്തകർ മുഴുവൻ ഈ ഒരു നാടിന്റെ ഈ ഒരു വിലാപത്തിൽ ഒപ്പം പങ്കുചേർന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്ന് ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി എന്നുള്ള രീതിയിൽ അറിയിക്കുകയാണ്. നമ്മുടെ ട്രോമ കെയറിന്റെ രക്ഷാധികാരിയാണ് സമതാക്ക ബാക്കി കാര്യങ്ങൾ പറയും. ഇന്നലെ ഏകദേശം വൈകുന്നേരമാണ് നമ്മളെ മനോരമയിൽ നിന്ന് വിളി വന്നിട്ടാണ് ഞാനും അറിഞ്ഞ സംഭവം. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു. അങ്ങനെ ഞങ്ങൾ മംഗള ട്രോമ കെയറിന്റെയും പെരിന്തൽമണ്ണ ഫയർ റെസ്ക്യൂ സ്റ്റേഷന്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് മെമ്പർമാരും മങ്കട സ്റ്റേഷന്റെ കീഴിലുള്ള പോലീസ് വോളണ്ടിയേഴ്സും ഞങ്ങൾ ഏകദേശം ഒരു 10-15 പേര് ആ സമയത്ത് കൊരങ്ങൻചോലയിൽ പോയിട്ട്, ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല, കൊരങ്ങൻചോലയിൽ പോയിട്ട് ഒരാളും കൂടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അത് ലാസ്റ്റ് 7ാമത് കിട്ടിയ ആള് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഫസ്റ്റില് മലപ്പുറം ഫയർ സ്റ്റേഷനിൽ ആൾ വന്നു, ഫയർ റെസ്ക്യൂവിന്റെ ടീം വന്നു. അത് പോരാന്നുള്ള നിലക്ക് പെരിന്തൽമണ്ണ ഫയർ റെസ്ക്യൂവിന്റെ ടീം വന്നു, മഞ്ചേരി ഫയർ റെസ്ക്യൂ ടീം വന്നു, മങ്കടയിലുള്ള സിവിൽ ഡിഫൻസ്, മങ്കട ട്രോമ കെയർ, അതുപോലെ വൈറ്റ് ഗാർഡ്, മറ്റുള്ള സന്നദ്ധ സംഘടന, നാട്ടുകാർ എല്ലാവരും ഒരു ഒത്തൊരുമയായിട്ടുള്ള ഒരു ഒത്തൊരുമയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. രാത്രി ഏകദേശം 10 മണി വരെ കൊരങ്ങൻചോലയിൽ അസ്കലേറ്റും എല്ലാ സംവിധാനങ്ങളും, സർക്കാരിന്റെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള തെരച്ചിൽ നടന്നു. അവസാനം ഇല്ലയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് തെരച്ചിൽ 10 മണിയോടുകൂടി നിർത്തിയത്. ഇന്ന് രാവിലെയും തന്നെ എല്ലാ പ്രവർത്തകരും, ഈ നാട്ടുകാർ ഒരു ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് എല്ലാ സന്നദ്ധ പ്രവർത്തകരും, ഇന്ന വിഭാഗം ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല, എല്ലാവരുടെയും ഒരു നാട്ടിന്റെ ഐക്യമൊക്കെ വളരെ കൂടിയാണ് ഈ പരിപാടി വളരെ നല്ല രീതിയിൽ പറ്റുന്നത്ര മറ്റുള്ളവർക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ഈ നാട്ടുകാർ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ സന്നദ്ധ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പരിക്കേറ്റ കുട്ടിയും നാട്ടുകാരിൽ ചിലരും മിന്നലേറ്റ് കിടക്കുന്നവർ ഇനിയും ഉണ്ടാകാമെന്ന സംശയം പറഞ്ഞതോടെയാണ് തിരച്ചിൽ വീണ്ടും തുടർന്നത്. തിരയുന്നതിനിടെ വീണുകിടക്കുന്ന നിലയിൽ സൽമാൻ ഫാരിസിനെ കണ്ടെത്തുകയായിരുന്നു. മറ്റ് 6 പേരെ നേരത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരുന്നു. പോയ സമയത്ത് 7ാമത്തെ ആളാണ് ഇങ്ങനെ മിന്നലേറ്റു എന്ന് പറഞ്ഞ് പോവാണ്. പോയ സമയത്ത് 6ാമത്തെ ആളെയും കൊണ്ടുപോയ സമയമായിരുന്നു. 6 ആൾ ഉള്ളതെന്നുള്ളതാണ് വിവരം കിട്ടിയിരുന്നത്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് ഉള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പറഞ്ഞത് പ്രകാരം 7ാമത്തെ ഒരാൾ കൂടി ഉണ്ട്, പേര് സൽമാൻ ആണെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് വീണ്ടും ആ കൊക്കയിൽ തിരയുകയും അങ്ങനെയാണ് നമുക്ക് 7ാമത്തെ ആളായ സൽമാനെ കണ്ടെത്തിയത്. സൽമാനെയും കൊണ്ടാണ് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയത്. വീണ്ടും ആളുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് 10 മണി വരെ നമ്മൾ തിരഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കൺഫേം ആക്കിയത്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.